എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിലേക്ക് ഉച്ചക്ക് കറിക്ക് മീനൊന്നുമില്ല, ഒരൈറ്റവും ഇല്ല. അപ്പം ഒരാഗ്രഹം, നമ്മൾ നട്ടു വളർത്തിയ പച്ചക്കറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ട് ഒരു സാമ്പാർ വെക്കുക. പിന്നെ തോരനുണ്ട്, സാമ്പാർ വെക്കുക എന്നുള്ളത്. ഇവിടെയുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ ഉള്ളത്. എനിക്കാണെങ്കിൽ സാമ്പാറിൽ കൂടുതൽ കഷ്ണങ്ങൾ ഇഷ്ടമല്ല. സാമ്പാറിൽ എനിക്ക് 1-2 കഷ്ണങ്ങളാണ് ഇഷ്ടം. എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് 1-2 ഐറ്റം കൊണ്ടൊരു സാമ്പാർ ഉണ്ടാക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പാറൊന്നും വെക്കുന്ന കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ സാമ്പാറൊക്കെ. ഇവിടുത്തെ ഉള്ള ബാക്കിയുള്ള രീതിയാണ് കാണിക്കുന്നത്. വീട്ടിലൊക്കെ കിടക്കുകയാണ്. ഉള്ളത് പറിച്ച് കൊണ്ടൊരു സാമ്പാർ വെക്കുക എന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ നിന്ന് ഇപ്പോൾ ഒരു പച്ചക്കറിയില്ല, പച്ചക്കറിയില്ല, മീനുമില്ല, ഒന്നുമില്ല. അപ്പോൾ വീട്ടിലുള്ള സാധനം കൊണ്ട് നമ്മളെങ്ങനെ ഒരു സാമ്പാർ വെക്കാം, നമ്മൾ നട്ടു വളർത്തിയ പച്ചക്കറി കൊണ്ട് ഒരു സാമ്പാർ വെക്കാം. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പറ്റിയില്ല. അപ്പോൾ ഇതിനകത്ത് പാവലും ഉണ്ട്, പടവലും ഉണ്ട്. ആ കയറിക്കട്ടെ, കുഴപ്പമില്ല. 3 പാവലും ഒന്നിച്ച്. നിൽക്കി. ആ പറ, ഒരെണ്ണേ ഉള്ള ഓടി അടുത്ത പരിപാടിയിലോട്ട് വന്നോ? സമയമില്ല, ചെറിയ വീഡിയോ ആണ്. വഴുതന നിൽക്കിയത്, ധൃതി പിടിക്കരുത്, കാണിച്ചിട്ടൊക്കെ പറയും. അത് മതി, കൂടുതൽ മൂത്താ കൊള്ളത്തില്ല. നമുക്കൊരെണ്ണം മതിയല്ലേ. കൂടുതലിട്ട് വേവിച്ച് കളയരുത്, നാടനാണ് ഇത്. നമ്മുടെ സ്വന്തം സാധനം വേണ്ടി വേവിച്ച് കഴിഞ്ഞാൽ വളവളാന്ന് വരും. അത് വേണ്ടല്ലോ, ഈ വഴുതന വേണ്ട. നമ്മൾ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് അത് മതി. പച്ചത്തക്കാളി വേണം, ഒരു പച്ചത്തക്കാളി കൂടെ ഇട്ടേറ്റ് അപ്പോൾ ടേസ്റ്റ് കൂടും. ഒരു തക്കാളി ഉള്ളായിരുന്നു, ഇത് ഇവിടുന്ന് പറയും. ഒരു പച്ചത്തക്കാളി കൂടെ ഇതിനകത്ത് അപ്പോൾ ഒരു പച്ചത്തക്കാളി കൂടെ ഇട്ട് നോക്കാം. അത് മതി, എടുത്തോ. അപ്പോൾ ഒരു പച്ചത്തക്കാളി കൂടെ ഇടാം. അടുത്ത ഐറ്റം എന്താണ്? മുളക് നോക്ക്. മുളകുണ്ടാവും. മുളക് ഇട്ടാൽ മതി, കൂടുതലൊന്നും വേണ്ട. അത് കുഞ്ഞ താഴെ കിടന്നു, താഴെ. അത് കുഞ്ഞ്. ഇപ്പുറത്തെ മരത്തിന് ഇതിൻ്റെ ആവശ്യമുള്ളൂ. എവിടെ? അപ്പം അത് മതി. ഇത് കറിവേപ്പില, ഇത് അവിടെ കാണും സൈഡിൽ. ചീര വല്ലതും വേണം? വേണ്ടല്ലേ. അത് മണ്ണ് വീണു, കുഴപ്പമില്ല. 2-3 എടുത്താൽ മതി. ഇനി ഇത് നമ്മുടെ മൊത്തം വലുതായെന്ന് നോക്കുമ്പോൾ അടി അതവിടെ കിടന്നോട്ടെ, ആയിക്കോട്ടെ, കുഴപ്പമില്ലെന്ന്. കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടാമെന്നാൽ കാണത്തില്ല നമ്മുടെ വീഡിയോ. ഒരു മത്തനുണ്ട്, അത് വിളഞ്ഞില്ലെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കഴിച്ചു നോക്കി. വിളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ പറിക്കുന്നുള്ളൂ. ഒരു മത്തനുള്ളത് വിളഞ്ഞിട്ടില്ലേ പറിക്കത്തില്ല. കാണിക്കണം, എനിക്ക് കാണണം, അത് ഫോട്ടോ എടുക്കണം. വിളഞ്ഞില്ല അല്ലേ? അത് കുറച്ചും കൂടെ ആവാനുണ്ട്.
എനിക്ക് നോക്കട്ടെ ആ പറിച്ചേന്ന് എടുത്തിടാം വാ, കുഴപ്പമില്ല. മൂന്ന് നാലെണ്ണം മതി. ഇല്ലെങ്കിൽ പോരുന്നു. ഇത് മൂന്ന് നാലെണ്ണം മതി വാ. ഇവിടെ കാണും. ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഇല്ലെങ്കിൽ വേണ്ടപ്പാ, ദേ ഇരിക്കുന്നുള്ളൂ. രണ്ടെണ്ണം കൂടെ കിട്ടിയാൽ മതി. കോവല് കാണുന്നില്ല ഗൈസ്, ഇന്നലെ പറിച്ചേ. ആ പതുക്കെ പിടിച്ചു വരും. ഇന്നലെ മെഴുക്കുവരട്ടി വെക്കാൻ സാധിച്ചില്ല. ഇത് പപ്പരക്ക വെക്കാം. പപ്പരക്ക ഇടുവോ? ഇവിടെ കോവലുണ്ട് വാ, ഇവിടെ ഉണ്ട് വാ 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 അങ്ങി വാ. രണ്ടെണ്ണം. അപ്പം ഇത്ര ഇന്ന് വിളവെടുത്ത് ഒരു ചെറിയ സാമ്പാറും ചെറിയൊരു ചീരത്തോരനും. ഇന്നത്തെ ഉച്ചക്കുള്ള വിഭവം ഇതാണ്. ഒരു ചെറിയ സാമ്പാറും ഒരു ചെറിയ ചീരത്തോരനും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തിയ സ്വല്പം പച്ചക്കറി കൊണ്ട് ഒരു ചെറിയൊരു സാമ്പാർ, ഒരു ചീരത്തോരൻ. ഇന്ന് കാശില്ല. ഇന്ന് അതൊക്കെ കണ്ട് ഇപ്പോൾ വലിയ കാശ് മുടക്കില്ലാതെ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ നട്ട് വളർത്തിയ കൊണ്ട് ഒരു സാമ്പാറും ഒരു ചീരത്തോരനും ചെയ്യാൻ പോകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചീരത്തോരൻ ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് അറിയാം, എല്ലാം അറിയും. അത് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് നിങ്ങളൊരു ഊർജം തരിക. അവരുടെ സഹായം ആവശ്യം, ഊർജം തരിക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ. സാമ്പാറുമായിട്ട് നമ്മുടെ വീട്ടിലെ പച്ചക്കറികളെല്ലാം ഉണ്ടാക്കിയ വിഷമില്ലാത്ത പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ നാടൻ സാമ്പാറാണ്. അതിൽ വഴുതനങ്ങ, നമ്മുടെ വഴുതനങ്ങ ചൂടുണ്ട്. കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തുകൊണ്ട് അതിനിടെയാണ് ഈ മിസൈൽ പരീക്ഷണത്തിന്റെ വിവരം കൂടി പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം അവകാശപ്പെടുന്നത്. ഇത്തരം ഒരു പരീക്ഷണം സാഹചര്യം സങ്കീർണമാക്കുമെന്ന് ഇന്ത്യ. അതിൻ്റെ കൂടെ ഇച്ചിരി തൈര്, മോര് ഒഴിച്ച്, അതിൻ്റെ കൂടെ ഇച്ചിരി ചീര, നമ്മുടെ ചീര, നാടൻ ചീരയിട്ട്, ചീര മതിയല്ലോ, നമ്മുടെ ചീര നമ്മൾ കുറച്ചെടുത്ത് ചീരയിട്ട് കുഴച്ച് പിന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി ചെറിയൊരു പിടിയെടുത്ത് ഇങ്ങനെ വെച്ച് അടിപൊളിയാണോ? പിന്നെ വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കൂ. നിങ്ങളുടെ ശരീരം നന്നാകും. അല്ലേ? നല്ല ടേസ്റ്റ്. അപ്പം കഴിച്ചിട്ട് കേട്ടോ, എന്നിട്ട് കാണാം.